നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഒരു മെത്രാച്ചനെയോ വൈദികനെയോ കണ്ടാൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് സ്തുതി പറയുകയും ഒപ്പം തന്നെ കൈമുത്തുകയും ഒക്കെ ചെയ്ത് ഒരു സാധാരണ പാലാ കത്തോലിക്കനായിട്ട് ജീവിച്ചു പോന്നിരുന്ന ഒരു BJP-കാരനാണ്. പക്ഷെ ഇനിയിപ്പോൾ 100 മീറ്റർ അകലെയാണെങ്കിൽ ഒരു അച്ഛനെയോ മെത്രാനെയോ കണ്ടാൽ അദ്ദേഹം സ്കൂട്ടാവും. ഇനി സ്റ്റേറ്റ് ഗാർലിങ്ങിനെ മിന്നിച്ചു പോകുമ്പോൾ വഴിയിറമ്പിലും കാണുമ്പോൾ അച്ഛന്മാരെയും കണ്ടാൽ മറുഭാഗത്തോട്ട് തിരിഞ്ഞിരിക്കും. ഈ കുര്യാച്ചനെ ഏതെങ്കിലും പൊതുസമ്മേളനത്തിന് വിളിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോളണം, അതായത് കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മെത്രാനെ വിളിച്ചേക്കരുത്. കത്തോലിക്ക മന്ത്രിയല്ലേ, എന്നാൽ ഒരു കത്തോലിക്ക മെത്രാനും കൂടെ ഇരിക്കുന്നത് ഒരു ഭംഗിയല്ലേ എന്നൊന്നും കരുതി വിളിച്ചാൽ സംശയം വേണ്ട, കുര്യാച്ചൻ ആ യോഗത്തിന് വരത്തില്ല. കാരണം കേരള BJP അച്ചായന് വളരെ കർശനമായൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് ഈ മെത്രാനും അച്ഛന്മാരുമുള്ള ഭാഗത്തേക്കൊന്നും ആ ഏരിയയിലേക്ക് പോയേക്കരുത്. അവരുമായിട്ട് യാതൊരു ബന്ധവും സഹവാസവും നമുക്കിനി വേണ്ട. നമുക്ക് സാധാരണ വിശ്വാസികളുമായിട്ടുള്ള ബന്ധം മതി. കാരണം ഈ തൊപ്പിയും ഉപ്പായൊക്കെ ഇട്ട് വെച്ച ഈ മെത്രാന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അതിനെയൊന്നും BJP-യുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. നമ്മുടെ കുമ്മനം രാജശേഖരൻ പ്രസിഡൻ്റായപ്പോൾ ഇവിടെ ഈ ക്ലീമീസ് ബാബ തിരുമേനിയുടെ തിരുസന്നിധി, അദ്ദേഹത്തിൻ്റെ അരമനയുടെ പേരാണ്, അവിടെ എത്തിയപ്പോൾ കാല് തൊട്ട് നമസ്കരിച്ചതാണ്. ഒരു BJP പ്രസിഡന്റ് ഒരു ആർച്ച് ബിഷപ്പിൻ്റെ, മേജർ ആർച്ച് ബിഷപ്പിൻ്റെ, കർദിനാളിൻ്റെ കാല് തൊട്ട് നമസ്കരിക്കുന്നു. ഒക്കെ ശരിയാ, പക്ഷെ അതിൻ്റെ ഒന്നും ഒരു സ്നേഹമോ നന്ദിയോ ഒന്നും ഇക്കൂട്ടർ നമ്മളോട്, നമ്മുടെ പാർട്ടിയോട് കാണിച്ചിട്ടില്ല. ഇനി നമുക്ക് മന്ത്രിമാരുണ്ട്, 2 മന്ത്രിമാരുണ്ട്. ഇവരെ ആരെയെങ്കിലും ഒരു കാര്യത്തിന് ആർക്കെങ്കിലും സമീപിക്കണം എന്നുണ്ടെങ്കിൽ വല്ല കപ്പ്യാരന്മാരുടെയും നേതൃത്വത്തിൽ അവർ വന്നോട്ടെ, കണ്ടോട്ടെ, സംസാരിച്ചോട്ടെ. അപ്പോൾ കുര്യാച്ചനോട് പറഞ്ഞിരിക്കുന്നത് ഇനി കൂടുതലായി ശ്രദ്ധയൂന്നേണ്ടത് ക്രൈസ്തവ വിശ്വാസികൾക്കിടയിലാണ്. അതിന് ഭാഗത്തിൽ ഒരു നീണ്ട വടിയും ഉണ്ടാക്കാൻ ഈ ചുണ്ടൻവള്ള നിർമ്മാണത്തിൽ വളരെ പ്രഗത്ഭരായ കോവിൽമുക്ക് ആചാരി കുടുംബത്തിൽപ്പെട്ട ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ചുമ്മാ നടന്ന് ഈ കത്തോലിക്ക വിശ്വാസികൾക്കിടയിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ടാലും മതി. ഇതേ BJP-യുടെ ഒരു തമാശക്കളിയല്ല, നിസ്സാരമായിട്ട് ഇതിനെ എടുക്കുകയൊന്നും വേണ്ട. കേരളം പിടിക്കാൻ കേരള BJP ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു നവീന തന്ത്രമാണിത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ അടക്കമുള്ള ചില സീറ്റുകളിൽ BJP-ക്ക് കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സുറിയാനി കത്തോലിക്ക സീറോ മലബാർ സഭയിൽപ്പെട്ട ചില വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് അതൊരു കാരണവും ആയിരുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്ത്യൻ വോട്ടുകൾ എങ്ങനെ നമുക്ക് കബൂലാക്കാവുന്നതാണ്. അതിൻ്റെ തന്ത്രമെന്ന് പറയുന്നത് ഈ മെത്രാന്മാരെ ഒഴിവാക്കുക, അല്ലെങ്കിൽ സഭാ മേലധ്യക്ഷന്മാരെ പരിഗണിക്കാതിരിക്കുക, അതിന് പകരം വിശ്വാസികൾക്കിടയിൽ ശ്രദ്ധയൂന്നുക. എന്തൊരു കാഞ്ഞ ബുദ്ധിയല്ലേ! ഈ ബുദ്ധി നേരത്തെ നമ്മുടെ O രാജഗോപാൽ എന്ന രാജേട്ടനോ മാരാർജിക്കോ CK പത്മനാഭനോ അല്ലെങ്കിൽ കുമ്മനം രാജശേഖരനോ ഒക്കെ തോന്നിയിരുന്നെങ്കിൽ എത്ര പണ്ടേ കേരളം BJP-യുടെ കയ്യിലായേനെ. കല്ലേപ്പിടർക്കുന്ന ഒരു കൽപ്പനയാണ് കുര്യാച്ചന് പാർട്ടി കൊടുത്തിരിക്കുന്നത്. പക്ഷേ കൂടുതൽ ഉപദേശത്തിനില്ല, അല്ലെങ്കിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ പാർട്ടി തരുന്നില്ല. കുര്യാച്ചന് ഈ സഭ എന്താണെന്നും സഭയിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ കുര്യാച്ചൻ തന്നെ അതിനുള്ളൊരു തന്ത്രം ആവിഷ്കരിച്ച് നടപ്പാക്കുക. ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല. ഞങ്ങൾ കൂടുതൽ പറയാൻ നിന്നാൽ സംഗതി കുഴപ്പമാകത്തേ ഉള്ളൂ. ഈ ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. കാരണം എന്തുമാത്രം സഭകളാണ് കത്തോലിക്ക സഭയിൽ തന്നെ 3 വിഭാഗങ്ങൾ, 3 റീത്തുകൾ, ഓർത്തഡോക്സ്, മർത്തോമ, CSI, പെന്തക്കോസ്ത്, അങ്ങനെ 4 പേരുകളിൽ ധാരാളം സഭകളാണ്. ചില ബിഷപ്പന്മാരുടെ പേരുകൾ കേട്ടാൽ നമുക്ക് പരിചയമില്ലാത്ത ചില പേരുകളാണ്. അതായത് അത്താനാസിയോസ്, സ്തേഫാനോസ്, അല്ലെങ്കിൽ പിന്നെ ബസോലിയോസ്, നമുക്ക് മക്കാറിയോസ്, ഇങ്ങനൊന്നും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ചില പേരുകൾ ചില മെത്രാന്മാർക്ക്. മറ്റ് ഒരു വിഭാഗം മെത്രാന്മാർക്കാണെങ്കിൽ വീട്ടുപേര് ചേർത്ത തട്ടിൽ, മുട്ടിൽ, വെട്ടിൽ എന്നൊക്കെയുള്ള വീട്ടുപേര് ചേർത്തുള്ള കുറേ ബിഷപ്പന്മാരുടെ പേരുകൾ. മറ്റു ചിലർ സാധാരണ പോലെ തന്നെ തോമസ് എന്നും ജേക്കബ് എന്നും
ജോസഫ് എന്നും ബിജു എന്നും ഷിബു എന്നൊക്കെ ഉള്ള പേരിലുള്ള കുറേ മെത്രാന്മാർ. ഇതൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. ഈ കത്തോലിക്ക സഭയും കാതോലിക്ക ബാവയും തമ്മിലുള്ള വ്യത്യാസം തന്നെ നമ്മൾ ഈയിടെയാണ് കണ്ടുപിടിച്ചത്. അതുപോലെ ചില മെത്രാന്മാർ ഈ തലയിൽ ഒട്ടിച്ചു വെച്ച പോലുള്ള തൊപ്പി വയ്ക്കും. അതെങ്ങനെയാണ് അവിടെ ഉറപ്പിച്ചു വെക്കുന്നത് എന്നത് പോലും വളരെ കൗതുകരമായ ഒരു കാര്യമാണ്. മറ്റു ചിലർ ശിരവസ്ത്രം ധരിക്കുന്നവരാണ്. അതിലൊരു 12 കുരിശുകൾ അതിലുണ്ട്. ഇത് നമ്മളുടെ വ്യത്യാസമൊന്നും നമുക്കാർക്കും അറിഞ്ഞുകൂടാ കേട്ടോ. അന്ന് ഒരിക്കൽ ഈ ജോർജ് കുര്യൻ തന്നെയാണ് ഒരു സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഈ ശിരോവസ്ത്രത്തിൻ്റെ പേര് മസ്നബ്സ എന്നാണെന്നും അതിൽ ഈ 12 കുരിശുകളുള്ളത് യേശു ക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരെ സൂചിപ്പിക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞു തന്നത്. നമുക്കിതിനെക്കുറിച്ചൊന്നും വിവരമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ മുഴുവൻ ചുമതലകളും, അതായത് ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ ശ്രദ്ധയൂന്നാനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും കുര്യാച്ചനെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയേണ്ട കാര്യം, നമുക്ക് വേണ്ടത് എന്തുവാ? ക്രിസ്ത്യാനികളുടെ വോട്ട്. അത് കിട്ടിയാൽ നമുക്ക് ഒന്ന് പിടിച്ചു നോക്കാം. അത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. ഇപ്പോൾ കുര്യാച്ചനാണ് ചുമതല കൊടുത്തിരിക്കുന്നത്. പണ്ട് ഇതിനേക്കാൾ നല്ല മുന്തിയൊരു ഊന്നലുകാരനുണ്ടായിരുന്നു. കുര്യാച്ചൻ വാസ്തവത്തിൽ പാവമാണ്. 19ാമത്തെ വയസ്സ് മുതൽ BJPയിൽ നിൽക്കുന്ന ആളാണ്. അല്ലാതെ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടും എന്ന് വിചാരിച്ച്, ഞാൻ നസ്രാണിയാണല്ലോ, നസ്രാണി എന്നൊരു സംവരണത്തിൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കയറിപ്പറ്റാം എന്നൊന്നും വിചാരിച്ച് വന്ന ഒരാളല്ല. ഒരു നിസ്വാർത്ഥ സേവകൻ ആണ് കുര്യാച്ചനെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം തന്നെ എങ്ങനെ മന്ത്രിയായത്? പന്തല് പണിക്കും അവിടെ വരുന്ന വിശിഷ്ടാദികൾക്ക് നാരങ്ങാവെള്ളം കൊടുക്കാനും വേണ്ടി പോയതാ. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടത്രേ BJPയിൽ. അത് പറഞ്ഞത് കുര്യാച്ചൻ തന്നെയാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ പിടിച്ച് മന്ത്രിയാക്കി. അങ്ങനെ മന്ത്രിയായ ആളാണ് ജോർജ് കുര്യൻ. പക്ഷെ നേരത്തെയുള്ള ഊന്നലുകാരൻ കുര്യാച്ചനേക്കാൾ ഘടാഘടിയനാ അൽഫോൻസ് കണ്ണന്താന. അദ്ദേഹം IAS ആയിരുന്നു. IAS ആയതിന് തന്നെ ഒരു കഥയുണ്ട്. SLCക്ക് വെറും 42% മാർക്കേ കിട്ടിയുള്ളൂ. പക്ഷെ അതുകൊണ്ടൊന്നും അദ്ദേഹം തളർന്നില്ല. സ്ഥിരോത്സാഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിന് ഒരു കാരണം. അദ്ദേഹം പഠിച്ചു, IAS കിട്ടി. അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. ആള് ബേസിക്കലി ഒരു കേരള കോൺഗ്രസ്സാ, മണിമലയാ, നമുക്കറിയാം പശ്ചാത്തലം. പക്ഷേ അദ്ദേഹം നമ്മുടെ പിണറായി വിജയനെ കമഴ്ത്തിയടിച്ച് MLA ആയി. അങ്ങനെ MLA ആയിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം രാജിവെച്ചു. മണിക്കൂറുകൾക്ക് അദ്ദേഹം BJPയിൽ ചേർന്നു. അങ്ങനെ BJP നേതാക്കളെ മലർത്തിയടിച്ച് അദ്ദേഹം പിന്നീട് കേന്ദ്രമന്ത്രിയായി. കേന്ദ്രമന്ത്രിയായി കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികളെ മുഴുവൻ വലവീശി പിടിക്കാനും അവരുടെ ഇടയിൽ ശ്രദ്ധ ഊന്നാനും വേണ്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. പക്ഷേ ഈ ഊന്നലുകാരൻ ഇപ്പോൾ എവിടെയാണെന്നോ എന്താണെന്നോ എന്തു ചെയ്യുന്നോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ഈ മെത്രാന്മാരെ പരിഗണിക്കേണ്ട, അല്ലെ അവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂർ വിഷയം വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഈ ചില മെത്രാന്മാർ വോട്ടെടുപ്പിൻ്റെ അന്ന് പോലും ഈ മണിപ്പൂർ വിഷയം കുത്തിപ്പൊക്കി അതിൻ്റെ പേരിൽ BJPക്ക് എതിരായിട്ട് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടവരാണ്. ഈ മണിപ്പൂരൊക്കെ എന്താ വലിയ പ്രശ്നമാണ്? അതെന്തിനാ ഈ കത്തോലിക്ക ബിഷപ്പന്മാർ ഇത്ര കാര്യമാക്കി എടുക്കുന്നത്? മണിപ്പൂരൊക്കെ അങ്ങനെ നടന്നോട്ടെ, പക്ഷേ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യേണ്ടതല്ലേ? മോഡിക്ക് വോട്ട് ചെയ്യേണ്ടതായിരുന്നില്ലേ? അവർ ഈ മണിപ്പൂർ കുത്തിപ്പൊക്കി പ്രശ്നമുണ്ടാക്കാനാണ് നോക്കിയത്. അത്തരത്തിലുള്ള മെത്രാന്മാരെ നമ്മളെന്തിനാണ് പരിഗണിക്കുന്നത്? അങ്ങനെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ തള്ളിപ്പറയുന്നത് ശരിയാണോ എന്ന് BJP സംസ്ഥാന നേതൃത്വം ഒരു നിമിഷം ആലോചിക്കേണ്ടതാണ്. തൃശ്ശൂർ നിങ്ങൾ ജയിച്ചതിൻ്റെ പേരിൽ വലിയ തോതിൽ ഊറ്റം കൊള്ളുന്നുണ്ടല്ലോ, വളരെയധികം ആഹ്ലാദം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് അവിടെ ജയിച്ചത്? കാരണങ്ങൾ പലതാവാം. പക്ഷേ അവിടുത്തെ നസ്രാണികളുടെ കൂടെ വോട്ട് വാങ്ങിയിട്ടല്ലേ ജയിച്ചത്? അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു ഡീല്? അത് മറക്കാമോ? ഈ നമ്മുടെ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന ഈ തെരഞ്ഞെടുപ്പിന് 2, 3, 4 ദിവസം കേരളത്തിൽ വന്നതാ. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സീറോ മലബാർ സഭയിലെയും ലാറ്റിൻ സഭയിലെയും മേലധ്യക്ഷന്മാരെ കാണുക എന്നുള്ളതായിരുന്നു. വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? അദ്ദേഹം എറണാകുളത്തെത്തി സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായ റഫേൽ തട്ടിൽ മെത്രാപ്പൊലിത്തെ പിതാവിനെ കണ്ടു, സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ, ലത്തീൻ സഭയുടെ
പരമാധ്യക്ഷൻ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചു, നടന്നില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ കുര്യാച്ചൻ പ്രവർത്തിച്ചിരുന്നു എന്നൊരു കഥയുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സഭയെയും സക്സേനയും തമ്മിലൊന്ന് ബന്ധിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൈയുണ്ടെന്ന് കേട്ടിരുന്നു. പക്ഷേ നിങ്ങൾ മറക്കരുതാത്ത ഒരു കാര്യമുണ്ട്. തട്ടിൽ തിരുമേനിയെ കാണാനും മറ്റും സഹായിച്ചത് ആരാ? സീറോ മലബാർ സഭയുടെ മുൻ പരമാധ്യക്ഷനായിരുന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരി ആയിരുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അതിതുവരെ പലർക്കും അറിയാവുന്ന ഒരു കാര്യമല്ല. പക്ഷെ അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തെ എങ്ങനെ ഡീൽ ചെയ്തുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ വലിയ ചില ഭൂമി ഇടപാടുകളും കേസുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇനി ഇ ഡിയുടെ കയ്യിലാണോ, ഇ ഡിയുടെ കയ്യിലേക്ക് കൊണ്ടുവരും എന്നോ മറ്റോ ആരെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞോ എന്നും എനിക്കറിഞ്ഞുകൂടാ. ആ കാര്യത്തിൽ ഞാൻ അജ്ഞനാണ്. പക്ഷേ ആലഞ്ചേരി പിതാവ് തന്നെ തോമസ് നെറ്റോ പിതാവിനെ വിളിച്ചിട്ട് ഇങ്ങനെ സക്സേന എന്ന് പറഞ്ഞൊരു സാറ് വന്നിട്ടുണ്ട്, അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുമെന്ന് കാണണം എന്ന് പറഞ്ഞു. പക്ഷേ നെറ്റോ പിതാവ് പറഞ്ഞു, ക്ഷമിക്കണം പിതാവേ, ഞങ്ങൾ സക്സേനയെ കാണാൻ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് അയക്കണ്ട എന്ന് നെറ്റോ പിതാവ് പറഞ്ഞു. എന്നിട്ടും സക്സേന തിരുവനന്തപുരം വരെ വന്നു. രാജ്ഭവനിൽ 2 ദിവസം ഉണ്ടുറങ്ങി താമസിച്ചു. പക്ഷെ തോമസ് നെറ്റോ അദ്ദേഹത്തെ കാണാൻ തയ്യാറായില്ല. അപ്പം ഈ തൃശ്ശൂർ സീറ്റ് ജയിച്ചതിൻ്റെ പിന്നിൽ ഈ ആലഞ്ചേരി ഇടപെടലുണ്ടോ, സക്സേനയുടെ ഇടപെടലുണ്ടോ? ഇനി ലൂർദ് പള്ളിയിൽ കിരീടം എന്ന് ഞാൻ പറയുന്നുള്ളൂ, സ്വർണ്ണ കിരീടം എന്ന് പറയുന്നില്ല. ചിലർ പറയുന്നത് ചെമ്പിൽ സ്വർണം പൂശിയതായിരുന്നു എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ഇത് ശരിയാണോ അപവാദമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഞാൻ കിരീടം എന്ന് മാത്രമേ അതിനെ വിശേഷിപ്പിക്കുന്നുള്ളൂ. അങ്ങനെ കിരീടം വെച്ചത് കൊണ്ടാണോ എന്നൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഇത്തരം കാര്യങ്ങളിലൊക്കെ നന്ദി കാണിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് കേട്ടോ. ഈ സഭയെയും സഭാ നേതൃത്വത്തെയും മെത്രാന്മാരെയൊക്കെ ഒഴിവാക്കി സഭ വിശ്വാസികളിലേക്ക് ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളതൊരു നല്ല കാര്യമാണ് കേട്ടോ. അതിലൊരു സാമർഥ്യമുണ്ട്, ഒരു ബുദ്ധിയുണ്ട്. കാരണം ഈ സഭാ മേലധ്യക്ഷന്മാർ അല്ലെ അവരെ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുക. അവരെ കാണുമ്പോൾ അവരെന്താ പറയുക? അവർ പറയും ഇവിടെ ഞങ്ങൾക്ക് മതപരമായ പ്രവർത്തന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ സംഘപരിവാർ ബന്ധമുള്ള സംഘടനകൾക്ക് വിദേശത്തു നിന്ന് സഹായം ലഭിക്കുന്നതിന് യാതൊരു തടസ്സമില്ലെങ്കിലും ഞങ്ങൾക്ക് വിദേശ സഹായം ലഭിക്കുന്നതിന് ധാരാളം തടസ്സങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നിർബന്ധിത മതപരിവർത്തന നിയമത്തിൻ്റെ പേരിൽ ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും ക്രൈസ്തവ സഭാവിഭാഗങ്ങളും സഭാപ്രവർത്തകരും മിഷണറിമാരും ധാരാളം പീഡനങ്ങൾ സഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, സ്കൂളുകളാവട്ടെ, കോളേജുകളാവട്ടെ, ആശുപത്രികളാവട്ടെ, അത് നിർബാധം പ്രവർത്തിക്കാൻ പലയിടത്തും അനുവാദം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവയ്ക്കെതിരെ അക്രമങ്ങൾ ഉണ്ടാവുന്നു. അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും പാസ്റ്റർമാരെയും ഉപദ്രവിക്കുന്നു. ചില ക്രൈസ്തവ സഭാ സ്ഥാപനങ്ങളിൽ വൈദികരും കന്യാസ്ത്രീകളും മറ്റും അവരുടെ മതപരമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വരുന്നത് പോലും ചില ആളുകൾ ബലം പ്രയോഗിച്ച് തടയുന്നു. ഇതൊക്കെ ആയിരിക്കുമല്ലോ ഈ സഭാ നേതാക്കന്മാർ നിങ്ങളെ കാണാൻ വരുമ്പോൾ നിങ്ങളോട് പറയുക. അത് ഒഴിവാക്കുന്നത് നല്ലൊരു ബുദ്ധിയാണ്. പക്ഷേ ഈ കപ്പ്യാരന്മാരുടെ നേതൃത്വത്തിൽ വരുന്ന സാധാ വിശ്വാസികൾ ഇത്തരം കാര്യങ്ങളൊന്നും പറയത്തില്ല. ചിലപ്പോൾ വല്ല ഏതെങ്കിലും തീവണ്ടിയിൽ ഒരു EQ കിട്ടുക, അല്ലെങ്കിൽ ഒരു കോളേജ് അഡ്മിഷൻ, ഇതുപോലെയൊക്കെ കാര്യങ്ങളായിരിക്കും അവർ പറയുക. അപ്പോൾ നമുക്ക് നസ്രാണികളുടെ വോട്ട് വേണം, പക്ഷേ മെത്രാന്മാരെ വേണ്ട. അതിന് മെത്രാന്മാരെ കേൾക്കാതിരിക്കുക. അവർ ജയിച്ചൊക്കെ വരുമ്പോൾ അവർ മാലയും ബൊക്കയൊക്കെ ആയിട്ട് വരും, പക്ഷെ അതൊന്നും സ്വീകരിക്കരുത്. നമ്മൾ അവരെ അകറ്റി നിർത്തുന്നതായിരിക്കും തന്ത്രപരമായി നമുക്ക് ചെയ്യാവുന്ന ബുദ്ധിപരമായ ഒരു കാര്യം. അതുകൊണ്ട് ഈ ക്രിസ്ത്യാനികളുടെ വോട്ട് എങ്ങനെയെങ്കിലും നേടിയെടുക്കുക. അതിനുവേണ്ടി മെത്രാന്മാരെ ഒഴിവാക്കി വിശ്വാസികളിലേക്ക് ശ്രദ്ധയൂന്നുക എന്ന കാര്യം അത് കുര്യാച്ചനെ ഏൽപ്പിച്ചിരിക്കുക. കുര്യാച്ചൻ അത് നന്നായി നടത്തിക്കൊള്ളും എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്. ഏതായാലും കുര്യാച്ചൻ എല്ലാ വിജയങ്ങളും ഇക്കാര്യത്തിൽ ആശംസിക്കുക എന്നല്ലാതെ ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ, അവരുടെ തെരഞ്ഞെടുപ്പൊക്കെ നടന്ന യോഗത്തിൽ സുരേഷ് ഗോപി സാറിനൊരു സ്വീകരണം ഉണ്ടായിരുന്നു. ആ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞത്, ഓരോ കഥാപാത്രങ്ങൾ കഴിയും തോറും ഞാൻ അങ്ങനെ വിരിഞ്ഞു വരികയായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ
ജോർജ് കുര്യനും ഓരോ സംസ്ഥാന കമ്മിറ്റിയും നേതൃയോഗവും അവിടെ ഉണ്ടാകുന്ന ഉപദേശങ്ങളും അവിടെ ഉണ്ടാകുന്ന നിർദ്ദേശങ്ങളൊക്കെ കഴിയുമ്പോൾ അങ്ങനെ കൂടുതൽ വിരിഞ്ഞു വരട്ടെ എന്ന് ആശംസിക്കുന്നു.